ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടു എന്നതുകൊണ്ട് പയ്യന്നൂരിലെ പാർട്ടിയാകെ അങ്ങ് ഒലിച്ചുപോയി തീർന്നുപോയി എന്നൊന്നും ആരും ധരിക്കണ്ട. ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ ആ തീരുമാനം നല്ല നിലയിൽ നടപ്പിലാക്കാൻ വേണ്ടി കരുത്തുള്ള പാർട്ടിയാണ് പയ്യന്നൂരിലെ പാർട്ടി എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളി. ഒരു പീറ ഷർട്ട് കൊണ്ട് കത്തിക്കും, എന്നിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് പറയും ഇത് നടത്തിയതിൽ ടി.എ. മസൂദനാണ്, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അംഗം, പയ്യന്നൂരിലെ മുൻ എം.എൽ.എ. ടി.എ. മസൂദനാണ് ഇതിന്റെ പിന്നിൽ നിന്ന് പ്രചരിപ്പിക്കുക. ഏത് ഗവൺമെന്റ് അടിസ്ഥാനത്തിലാണ് ഇവിടെ ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്താനിടയായിട്ടുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ പി. സന്തോഷ് വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈ സമരത്തിലൂടെ ഒറ്റ കാര്യമേ ആവശ്യപ്പെടുന്നുള്ളൂ. പയ്യന്നൂരിൽ ചില സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടില്ല, വളരെ ആസൂത്രിതമായിട്ട് നടത്തിയിട്ടുള്ള അക്രമങ്ങൾ, ആ അക്രമങ്ങൾക്ക് ഉത്തരവാദികളായവർ ആരായാലും അവരെ പിടികൂടണം, ആരായാലും പിടികൂടണം. ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു, ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിലല്ലേ ഒരു ഷെഡ് പൊളിച്ചു തീയിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിക്കെതിരായിട്ടുള്ള പ്രചരണം നടന്നു. സന്തോഷം ഇവിടെ ചൂണ്ടിക്കാണിച്ചു, പാർട്ടിക്ക് മാതിരി പണിയെടുക്കണമെങ്കിൽ ഈ പുരുഷോത്തമന്റെ ഷെഡ് മാത്രമല്ല, അതിന്റെ അടിയിലുള്ളതെല്ലാം മാന്തിയെടുക്കാൻ ശേഷിയുള്ള പാർട്ടിയാണ് പയ്യന്നൂരിലെ പാർട്ടി എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളു. പക്ഷെ അതല്ലല്ലോ ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങളെങ്ങനെ ഏതെങ്കിലും വിധത്തിൽ അക്രമം നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടോ? അക്രമം നടന്നു. ഇപ്പൊ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പരാജയപ്പെടുന്നത് ശരിയാണ്. തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടു എന്നതുകൊണ്ട് പയ്യന്നൂരിലെ പാർട്ടിയാകെ അങ്ങ് ഒലിച്ചുപോയി തീർന്നുപോയി എന്നൊന്നും ആരും ധരിക്കണ്ട. ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ ആ തീരുമാനം നല്ല നിലയിൽ നടപ്പിലാക്കാൻ വേണ്ടി കരുത്തുള്ള പാർട്ടിയാണ് പയ്യന്നൂരിലെ പാർട്ടി എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളി. ഒരു പീറ ഷർട്ട് കൊണ്ട് കത്തിക്കും, എന്നിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് പറയും ഇത് നടത്തിയതിൽ ടി.എ. മസൂദനാണ്, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അംഗം, പയ്യന്നൂരിലെ മുൻ എം.എൽ.എ. ടി.എ. മസൂദനാണ് ഇതിന്റെ പിന്നിൽ നിന്ന് പ്രചരിപ്പിക്കുക. ഏത് ഗവൺമെന്റ് അടിസ്ഥാനത്തിലാണ് അയാൾ പത്രസമ്മേളനത്തിൽ പറയുന്നതിനിടയിൽ തന്നെ പറഞ്ഞല്ലോ, സാധാരണ ഷെഡില് കാവലായിട്ട് ഒരാളുണ്ടാവും, പക്ഷെ അന്നേ ദിവസം ആളുണ്ടായില്ല എന്ന് കൃത്യമായി അറിയാൻ വേണ്ടി കഴിയുന്ന ആർക്കാ? പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സന്തോഷാണോ? ജില്ലാ സെക്രട്ടറി അംഗം ടി.എ. മസൂദനാണോ? മസൂദൻ അത് അന്വേഷിച്ചു പോവാണോ? ഇത് കൃത്യമായി അറിയുന്ന ആളാരാ? വളരെ ആസൂത്രിതല്ലേ? ഞങ്ങൾ പയ്യന്നൂരിലെ പോലീസിനോട് ആവശ്യപ്പെടുകയാണ്, അടിയന്തരമായി കൃത്യമായ അന്വേഷണം നടത്തി SIT അല്ല അതിന്റെ അപ്പുറത്ത് IT ഉണ്ടെങ്കിൽ അതും വെച്ചുകൊണ്ട് അന്വേഷിക്കണം, അന്വേഷിച്ച് ഉത്തരവാദികളെ പിടിക്കണം. പാർട്ടി അനാവശ്യമായിട്ട് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ പാർട്ടിയെ പ്രചരണത്തിന് വിജയമാക്കാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് ഉത്തരവാദികളായവർ ആരായാലും പിടിക്കണം. ഒരു ദിവസം കൂടെ ചൂണ്ടിക്കാണിച്ചു, ഒരാളെ വീട്ടിൽ നിന്ന് ബൈക്ക് കത്തിക്കുക. ബൈക്ക് 2 ബൈക്ക് ഉണ്ടാവും, പുതിയ ബൈക്കുണ്ട്, പഴയ ബൈക്കും. പഴയ ബൈക്ക് ഏതാണ്ട് ഉപേക്ഷിക്കാനായ 19 വർഷത്തോളം പഴക്കമുള്ള ബൈക്ക് വീടിനടുത്തുനിന്ന് എടുത്തുകൊണ്ടുപോയി 10-50 മീറ്റർ അകലെ കൊണ്ടുപോയിട്ട് മനോഹരമായി വെച്ച് കത്തിക്കും. ആക്രമിക്കാൻ വേണ്ടി വന്നിട്ട് ബോധപൂർവ്വം ആക്രമിക്കാൻ വേണ്ടി വരുന്ന ആളാണെങ്കിൽ ബൈക്ക് കണ്ടിട്ടാകുമ്പോൾ ബൈക്ക് വീടിന്റെ അടുത്ത് കത്തിയാന്നാ സംഭവിക്കാൻ പോലെ അവിടെ തന്നെ കത്തിക്കാൻ പോലെ. ഇപ്പൊ വീട്ടിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, നല്ല ബൈക്കിന് കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. ഒന്നിനും കൊള്ളാത്ത ബൈക്ക് കത്തട്ടെ, കത്തിക്കഴിഞ്ഞാൽ പാർട്ടിക്കെതിരായി വാർത്ത ഉണ്ടാക്കാം. എന്താ ലക്ഷ്യം? ആസൂത്രിതമായിട്ടല്ലേ? എന്താ പോലീസ് പിടിക്കാത്ത? മറ്റൊരു ദിവസം ഒരു സ്ത്രീയുടെ വീടിന് നേരെ പടക്കം വരുന്നു.
വടക്ക് നോക്കുമ്പോഴത്തേക്ക് വീടിന് കൊള്ളുന്നില്ല, അവിടെ പരിസരത്തുള്ള ബോർഡിനാ കൊള്ളുന്നു, വീടിന് കൊള്ളുന്നില്ല, പരിസരത്തുള്ള ബോർഡിന് കൊള്ളുന്നു. എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? അതും പാർട്ടിയുടെ പിടലിൽ. എന്താ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ആ സമയത്തൊക്കെ പോലീസ് പിണറായിയുടെ പോലീസാണ്, അതുകൊണ്ട് അന്വേഷിക്കാത്തതാണ്, അതുകൊണ്ടാണ് കുറ്റവാളികളെ പിടികൂടാത്തത് എന്നായിരുന്നു പ്രകടനം. ഇപ്പൊ പോലീസ് ചെന്നിത്തലയുടെ പോലീസാ, സതീശന്റെ പോലീസാ, ഇവിടെയുള്ള പയ്യന്നൂരിലെ MLA വി കുര്യകൃഷ്ണന്റെ സ്വന്തം പോലീസാ. എന്താ അന്വേഷിക്കാതെ? എന്താ നടപടിയെടുത്താൽ പിടികൂടി കഴിഞ്ഞാൽ ആളാരാണെന്ന് കണ്ടുപിടിക്കപ്പെടുമെന്നുള്ള ഭയമാണോ? അങ്ങനെ കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ കെട്ടിപ്പൊക്കിയ നുണക്കോട്ടകളെ തകർന്നു വീഴുമെന്നുള്ള ഭയമാണോ നിങ്ങൾ വ്യക്താക്കണം? നുണക്കോട്ടകളുടെ മേലെയാണ് ഇയാൾ നിൽക്കുന്നത്. എല്ലാ കാലവും നുണക്കോട്ട അങ്ങനെ നിലനിൽക്കുമെന്ന് കരുതണ്ട. നിങ്ങൾ നോക്ക്, സോഷ്യൽ മീഡിയയുടെ നടത്തിയ പ്രചരണം പാർട്ടിയുടെ നേതാക്കൾ, ജില്ലാ സെക്രട്ടറി ഏരിയ സെക്രട്ടറി സന്തോഷം, ഈ പയ്യന്നൂർ മേഖലയിലെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ, സർവരും ആദരിക്കുന്ന നേതാവാണ് ശ്രീ നാരായണൻ. നാരായണൻ കുഞ്ഞികൃഷ്ണൻ എടുത്ത നിലപാടിനെതിരായുള്ള പ്രസംഗം നടത്തിയോടുകൂടി നാരായണനെതിരായിട്ട് പ്രചരണം. ശ്രീകൃഷ്ണൻ MLA ഈ നേതാക്കൾക്കെതിരായിട്ട് നടത്തിയ പ്രചരണം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? സോഷ്യൽ മീഡിയയിലൂടെ രണ്ട് തട്ടാക്കുക, എന്നിട്ട് രണ്ട് വിഭാഗം നേതാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും മറ്റവർക്കെതിരായി നടത്തുന്ന പ്രചരണമാണ് എന്ന പ്രതീതി ഉണ്ടാക്കിക്കൊണ്ട് നാരദന്റെ പണി. ആ നാരദന്റെ പണി അറിയാവുന്ന ഒറ്റ ഒരാൾ മാത്രമേ ഈ പയ്യന്നൂരിലെ രാഷ്ട്രീയത്തിലുള്ളൂ. അത് ആരാണെന്ന് പറയാതെ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ആ നാരദൻ ആരാണെന്ന് കൃത്യമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അറിയാത്തൊന്നുമല്ല. എന്താ പോലീസ് അന്വേഷിച്ച് പിടിക്കാത്ത? നടത്തിയ പ്രചരണം നിങ്ങൾ നോക്കൂ. ഈ നേതാക്കൾക്കെതിരായി, ആദരിക്കുന്ന നേതാക്കൾക്കെതിരായി നാരായണ ഉൾപ്പെടെയുള്ള ശ്രീകൃഷ്ണ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരായി നടത്തിയ പ്രചരണം നിങ്ങൾ നോക്കൂ. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഫേക്ക് ഐഡി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രചരണം നടത്തിയത്. ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റാത്ത വിധത്തിൽ വ്യാജപ്രചരണ ഫേക്ക് ഐഡിയുടെ ആ ഫേക്ക് ഐഡിയുടെ പ്രചരണം നടത്തിച്ചവരെ ഞങ്ങളൊരു കാര്യം പറയാം, ധൈര്യമുണ്ടെങ്കിൽ പൊതുവിടങ്ങളിൽ വന്ന് അങ്ങനെ രണ്ട് വാക്ക് പറയാൻ വേണ്ടി ധൈര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ കാണിക്കും. അപ്പോൾ പയ്യനോട് കാണിച്ചു തരും എന്താണെന്നുള്ളത്. അങ്ങനെ മറന്നു നിന്നിട്ട് ഉള്ളിലോട്ടുള്ള കളിയല്ലേ? എന്താ പോലീസ് പിടിക്കാത്ത? ഞങ്ങൾ പാർട്ടി ജില്ലാ കമ്മിറ്റി നടത്തിയത്, ഏരിയ കമ്മിറ്റി നടത്തിയത്, എസ്പിക്ക് പരാതി കൊടുക്കുന്ന കാലഘട്ടത്തിൽ എന്താ പിടികൂടാതെ? ഫേക്ക് ഐഡിയുള്ള കണ്ടുപിടിക്കാൻ കഴിയില്ലേ? സൈബർ പോലീസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയില്ലല്ലേ? സൈബർ പോലീസ് അന്വേഷിച്ചാൽ ആളെ കിട്ടൂലേ? എന്തേ അന്വേഷിക്കാത്തെ? എന്തേ കണ്ടുപിടിക്കാത്തെ? ഞങ്ങൾ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്, ചെന്നിത്തലയുടെ പോലീസ് ഇത് കണ്ടുപിടിക്കുമോ? കണ്ടുപിടിക്കുന്ന നാട്ടിലെ ജനങ്ങളോട് പറയുമോ? ആരോപട്ടെ ജനങ്ങളോട് പറയോ? എന്താ പറയാൻ? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയതാണ് നാരദപ്പണി. അങ്ങോട്ടും ഇങ്ങോട്ടും മേഷണി കൂട്ടി എന്നിട്ട് പാർട്ടിയുടെ പ്രവർത്തകരെയും നേതാക്കളെയും രണ്ട് കത്തലാക്കി മാറ്റാൻ വേണ്ടി കഴിയുമോ നോക്കുക. എന്നിട്ട് പാർട്ടികൾക്ക് പ്രശ്നമുണ്ടോ എന്ന് വരുത്തിത്തീർക്കുക. ചെന്നായെ പോലെ ചോര കുടിക്കുക. അതല്ലേ ചെയ്യുന്നത്? അതായിരുന്നില്ല നിങ്ങൾ തുടക്കം മുതൽ അതായിരുന്നില്ലേ?